ആക്ഷേപിക്കുന്ന പുസ്തകം മുസ്ലിമിനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുക, സങ്കല്പ കഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം ജനങ്ങളിൽ വളർത്തുന്നതിനുള്ള തനി വർഗീയ പ്രചരണമാണ് അദ്ദേഹം നടത്തിയത്. മുസ്ലിം വിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ സന്തതികളെ എങ്ങനെയാണ് നുഴഞ്ഞുകയറ്റക്കാരോട് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്? തലമുറകളായി ഇവിടെ ജീവിച്ചു വരുന്നവരാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ വിവിധ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എടുത്താൽ അതിനകത്ത് എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്ക് കാണാൻ സാധിക്കും. അതിൽ മുസ്ലിമിനെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതി വിഭാഗങ്ങളും ഏകോപിതമായാണ് ബ്രിട്ടീഷുകാരുടെ വിട്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളിത്തം വഹിച്ചത്. അതിൽ വിവിധ ഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിനിരയായി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന ധീരരായ സകല സേനാനികളുടെ കൂട്ടത്തിൽ ഒരുപാട് മുസ്ലിം പേരുകൾ കാണാൻ നമുക്ക് സാധിക്കും. ഈ രാജ്യത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്തത്. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാതെ ബ്രിട്ടീഷ് വൈസ്രോയിയോട് നമ്മൾ രണ്ടുപേരുടെയും താല്പര്യം ഒന്നാണ്. നിങ്ങളിവിടെ വിട്ടുപോകണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞ RSSനെ നമുക്കറിയാവുന്നതാണ്.